നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഈ ആഴ്ചത്തെ വാരഫലമാകുന്നു. ഈ ആഴ്ച എന്നാൽ 1200 കന്നിമാസം 22-ാം തീയതി മുതൽ 28-ാം തീയതി വരെയുള്ള, അതായത് 2024 ഒക്ടോബർ 8-ാം തീയതി മുതൽ 14-ാം തീയതി വരെയുള്ള, ചൊവ്വാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള ഒരാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാകുന്നു. മേടം രാശി മുതൽ മീനം രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ്. ആദ്യമായി നാം ചർച്ച ചെയ്യുന്നത് മേടം രാശിക്കാരുടെ ഈ വാരത്തെ ശുഭാശുഭ ഫലങ്ങളാകുന്നു. മേടൻ രാശി എന്നാൽ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു. മേടൻ രാശിക്കാർക്ക് ഈ വാരം രാശിയിൽ പ്രത്യേകിച്ച് ഗ്രഹങ്ങളൊന്നുമില്ല. 2-ാം ഭാവത്തിൽ വ്യാഴം, 3-ൽ ചൊവ്വ, 6-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, കേതു, 7-ാം ഭാവത്തിൽ ശുക്രൻ, അഷ്ടമത്തിൽ ചന്ദ്രൻ, 11-ാം ഭാവത്തിൽ ശനി, 12-ൽ രാഹു. ഇവിടെ മേടൻ രാശിക്കാർക്ക് അഷ്ടമത്തിൽ വളരെ ദുർബലമായി ചന്ദ്രൻ നിൽക്കുന്നു. മേടൻ രാശിക്കാരുടെ 4-ാം ഭാവമാകുന്നു കർക്കിടകൻ രാശി. ആ കർക്കിടകൻ രാശിയുടെ അധിപനാകുന്നു ചന്ദ്രൻ. ആ ചന്ദ്രനാണ് നീചസ്ഥനായി തൃക്കേട്ട നക്ഷത്രത്തിൽ 8-ാം ഭാവത്തിൽ നിൽക്കുന്നത്. 4-ാം ഭാവാധിപൻ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ അതുമായി ബന്ധപ്പെടുന്ന എല്ലാ ഭാവങ്ങൾക്കും ദുർബലമായ ഒരവസ്ഥ സംജാതമാകുന്നു ഈ ഒരു വാരത്തിൽ. 4-ാം ഭാവം എന്നാൽ മാതാസൂർത്ത് മാതുല ഭാഗിനേയ ക്ഷേത്രം സുഖം വാഹനം ആസനം ച ലാളിത്യം അംഭ ശാനഞ്ച വൃദ്ധിർ പശ്വാധികം ജന്മഗൃഹം ചതുർത്ഥാത്. ജനിച്ച ഗൃഹമാകുന്നു 4-ാം ഇടം, വീടാകുന്നു, വെള്ളമാകുന്നു, അമ്മയാകുന്നു, സുഹൃത്തുക്കളാകുന്നു, അമ്മാവന്മാരാകുന്നു. ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാണ് ഏറ്റവും ദുർബലമായി 8-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അതിനാൽ മാതൃപക്ഷത്തുള്ള എല്ലാവർക്കും അരിഷ്ടതയുടെ വാരമാകുന്നു ഈ ഒരു ആഴ്ചക്കാലം. ചില വ്യക്തികൾക്ക് ശാരീരികമായി ജലത്തിലൂടെ വരുന്ന രോഗങ്ങളുടെ ക്ലേശങ്ങൾ അനുഭവിക്കപ്പെടുന്നു. വൈറൽ സംബന്ധമായ രോഗങ്ങൾ, അതേ രീതിയിൽ ഈ ചിക്കൻ ഗുനിയ, തക്കാളിപ്പനി, അതേ രീതിയിലുള്ള പ്രയാസങ്ങൾ, മഞ്ഞപ്പിത്തം, ജോണ്ടിസ്, ഇതിൻ്റെയൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വാരമാകുന്നു ഈ ഒരു വാരം. അതേ രീതിയിൽ സൗഹൃദങ്ങളെ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാകുന്നു. സഞ്ചാര വിഷയത്തിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പ്രത്യേകിച്ച് യാത്ര ഒക്ടോബർ 10-ാം തീയതി ബുധൻ തുലാം രാശിയിലേക്ക് വരുമ്പോൾ യാത്രാ സംബന്ധമായ സൗഭാഗ്യങ്ങൾ ഈ വാരം വരുന്നതാണ്. ഗൃഹശാന്തി, വീട്ടിലുള്ള അശാന്തത നിറഞ്ഞു നിൽക്കുന്ന വാരമാകുന്നു എന്നതൊഴിച്ചാൽ ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഈ വാരം അനുകൂലമാണ്. കർമ്മമേഖലയിൽ പ്രയാസങ്ങളൊന്നുമില്ല. സ്വന്തം ആരോഗ്യ വിഷയം വളരെയധികം ശ്രദ്ധിക്കുക. സഭാവിദ്യതേ ഭൈഷജി തസ്യ ഗേഹേ എന്നാണ് അഷ്ടമത്തിൽ ചന്ദ്രൻ വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. തൻ്റെ വീട് ഒരു മെഡിക്കൽ ഷാപ്പാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ആരോഗ്യ വിഷയങ്ങൾക്ക് വളരെയധികം പ്രാമുഖ്യവും കൊടുക്കുക. അമ്മയുടെ ആരോഗ്യ വിഷയം ശ്രദ്ധിക്കുക. അമ്മാവന്മാർക്കൊക്കെ തന്നെ ഞാൻ സൂചിപ്പിച്ചു സമയദോഷമാണ് ഈ ഒരു വാരം. അതിനാൽ ആ വിഷയം വളരെയധികം ശ്രദ്ധിക്കുക. കുടുംബസുഖം കുറയുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ ഫാമിലിയിൽ നിന്നും വിട്ടുനിൽക്കുന്നൊരവസ്ഥ സംജാതമാകുന്നതാണ്. കർമ്മമേഖലയിൽ പ്രതിസന്ധികളൊന്നുമില്ല. ധനാധിപനും നല്ല സ്ഥാനത്താണ്. ഈ വാരം 2 വിഷയങ്ങളാണ് സംഭവിക്കുന്നത്. 10-ാം തീയതി ബുധൻ വരുന്നത് മേടൻ രാശിക്കാർക്ക് വളരെ ആശ്വാസമാകുന്നു. 12-ാം തീയതി ശുക്രൻ വൃശ്ചികത്തിലേക്ക് വരുന്നത് അത്ര ശുഭമല്ല. അതിനാൽ 12 മുതൽ 14-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ സൗഹൃദങ്ങളെ ശ്രദ്ധിക്കണം. അനാവശ്യമായ സ്ത്രീ വിവാദങ്ങളിൽ പെടാതെ മേടൻ രാശിക്കാർ തങ്ങളുടെ മാനം, അഭിമാനമൊക്കെ കാക്കേണ്ടുന്ന വാരമാകുന്നു. സഹോദരങ്ങളുമായി ബന്ധപ്പെടുന്ന തർക്കങ്ങൾക്കൊക്കെ തന്നെ 10-ാം തീയതി മുതൽ പരിഹാരമാകുന്നതാണ്. അതിനാൽ മുടങ്ങിക്കിടക്കുന്ന പരസ്പരം അഭിപ്രായ അനൈക്യമുള്ള വിഷയങ്ങളിൽ 10-ാം തീയതി മുതൽ 14-നിടയിലുള്ള ആ ഒരു 4 ദിവസങ്ങളിൽ കാര്യങ്ങൾ തീരുമാനിക്കാനൊക്കെ വളരെ അനുകൂലമാകുന്നു. രാശ്യധിപനായ ഗ്രഹം ചൊവ്വ പ്രായണ നല്ല ഭാവത്തിലാണ്. വ്യാഴം 2-ാം ഭാവത്തിൽ നിൽക്കുന്നതും പ്രായണ ഗുണപരമാണ്. ബ്രോക്കർമാർക്കും അല്ലെങ്കിൽ വക്കീലന്മാർക്ക്, വാക്കുകൊണ്ട് ജീവിക്കുന്നവർക്കൊക്കെ 10-ാം തീയതി മുതൽ ചില പ്രത്യേക ലക്ക്, ഭാഗ്യം അനുഭവിക്കുക അല്ലെങ്കിൽ ലോട്ടറി അടിക്കുന്ന സമയമാകുന്നു. ഏതായാലും ഈ ദോഷപരിഹാരമായി നിർബന്ധമായും ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, കടുംപായസം, ശത്രുസംഹാര കുരുതി, അതേ രീതിയിൽ തേങ്ങ കൊണ്ട്, നാളികേരം കൊണ്ട് ദേഹമുട്ട് ചെയ്യണം നിർബന്ധമായി. എല്ലാ പ്രിയപ്പെട്ട മേടൻ രാശി പ്രേക്ഷകർക്കും ഒരു ശോഭനമായ
ഒരു വാരക്കാലത്തെ ആശംസിക്കുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ഇടവം രാശിക്കാരുടെ ഈ ആഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഇടവൻ രാശി എന്നാൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകയിരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര കൂട്ടമാകുന്നു. ഇടവൻ രാശിക്കാർക്ക് ഈ വാരത്തിൽ രാശിയിൽ വ്യാഴം, 2-ാം ഭാവത്തിൽ ചൊവ്വ, 5-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, കേതു, 6-ൽ ശുക്രൻ, 7-ാം ഭാവത്തിൽ ചന്ദ്രൻ, 10-ാം ഭാവത്തിൽ ശനി, 11-ാം ഭാവത്തിൽ രാഹു, ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി. ഇവിടെ ഇടവൻ രാശിക്കാർക്ക് ചന്ദ്രൻ ദുർബലമായി 7-ാം ഭാവത്തിൽ നിൽക്കുകയാണെങ്കിലും ആ ചന്ദ്രനയുടെ വെളുത്തപക്ഷത്തിൽ സഞ്ചരിക്കുന്ന ചന്ദ്രനാകുന്നു. അതിനു പുറമെ ആ വ്യാഴത്തിന് ഒരു കേസരി യോഗം പ്രദാനം ചെയ്യുന്നു. അതിനാൽ ഈ ഒരു വാരം ഇടവൻ രാശിക്കാർക്ക് പ്രായേണ ഈ ചന്ദ്രനും വ്യാഴവും തമ്മിലുള്ള ആ ഒരു ദൃഷ്ടി ഒരു കേസരി യോഗത്തെ പ്രദാനം ചെയ്യുന്നു. അതിനാൽ ഇടവൻ രാശിക്കാർക്ക് പ്രായേണ ഈ ഒരു വാരം ആ വ്യാഴത്തിന് ബലം കിട്ടുന്നു. ആ ചന്ദ്രൻ്റെ ദൃഷ്ടി വ്യാഴകേന്ദ്രത്തിൽ ചന്ദ്രൻ വരികയാണെങ്കിൽ ഇത് കേസരി യോഗമാണ്, ഗജകേസരി യോഗമല്ല. കേസരി യോഗേ ജാതോ ധനവാൻ സ്വകുലാധിപോ മഹാപ്രാജ്ഞ ഗ്രാമപുര നഗരകർത്ത സഹസ്രമാസം ജീവിതം വിദധ്യാത് എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. 1000 പൂർണ്ണചന്ദ്രനെക്കാളും കേസരി യോഗത്തിൽ ജനിച്ചവർക്ക് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. 84 വയസ്സ് 4 മാസമാണ് ആയുസ് പറഞ്ഞിരിക്കുന്നത് കേസരി യോഗം. ആ സമയം കഴിഞ്ഞ സമയത്താണ് നമ്മുടെ രാഷ്ട്രപതിയായ KR നാരായണൻ മരിക്കുന്നത്. കേസരി യോഗം കഴിഞ്ഞ ഉടൻ 1000 പൂർണ്ണചന്ദ്രനെ കാണുമെന്നാണ്. ഈ കേസരി യോഗത്തിൻ്റെ ബലത്തിൽ ഇടവൻ രാശിക്കാർക്ക് ദേ ക്യാൻ ഡു സം മിറക്കിൾസ്. പ്രത്യേകിച്ച് ഇത് ഏറ്റവും നന്നാവും യാത്ര പുറപ്പെടുന്നവർക്ക്. അവിടെ ബുദ്ധിമതിയായ ഗ്രഹവും വളരെ ബലവാനാണ്. 5-ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നു. അതിനാൽ വിദ്യാർത്ഥികൾക്ക് പഠന വിഷയത്തിൽ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ഈ ബുധൻ്റെ 5-ാം ഭാവസ്ഥിതി, 5-ലെ സൂര്യനും അങ്ങനെയാണ്, സൂക്ഷ്മമായ ബുദ്ധി പ്രദാനം ചെയ്യും. അതിനാൽ ഇത് പലർക്കും പഠനം ആരംഭിക്കുവാൻ ഏറ്റവും അനുകൂലമായ വാരമാകുന്നു. പഠന വിഷയത്തിൽ തയ്യാറാക്കി പുസ്തകങ്ങളൊക്കെ വാങ്ങി പഠിക്കുവാൻ തയ്യാറാകണം. ഇതിലൂടെ വളരെയധികം മാറ്റങ്ങൾ സംജാതമാകുന്നു ഇടവം രാശിക്കാർക്ക്. വിവാഹ തീരുമാനം എന്ത് വന്നാലും ഈ ഒരു വാരത്ത് വളരെ അനുകൂലമായി വരുന്നു. കാരണം 7-ൽ ചന്ദ്രൻ വരുന്നു. ദദദ്ദാരശം സപ്തമേ ശീതരശ്മിഹി, ദാരശം ഭാര്യയുടെ സുഖം, സ്ത്രീ സുഖം ലഭിക്കുന്നു 7-ൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ. ധനിത്വം ഭവേത് അധ്വവാണിജ്യതോപി, അധ്വവാണിജ്യത അഭി, വഴിക്കച്ചവടത്തിലൂടെ വഴിയിലൂടെ കച്ചവടം നടത്തി അല്ലെങ്കിൽ സഞ്ചരിച്ച് പല വ്യാപാരങ്ങളിലൂടെ ധനിത്വം ഭവേത്, സാമ്പത്തികമായ ഔന്നത്യത്തെ പ്രാപിക്കുന്നു. രതി സ്ത്രീജനെ മൃഷ്ടഭുക് ലുബ്ധജേതാഹ കൃഷകൃക്ഷപക്ഷേ വിപക്ഷാഭിഭൂത. കറുത്തപക്ഷത്തിലെ ചന്ദ്രനാണെങ്കിൽ ശത്രുക്കളെ കൊണ്ട് ബുദ്ധിമുട്ടും. ഇവിടെ ചന്ദ്രൻ വെളുത്ത പക്ഷത്തിലാണ്. രതി സ്ത്രീജനെ, സ്ത്രീജനങ്ങളിൽ രതി ഉണ്ടാക്കുന്നു എന്നൊരു ഫലമുണ്ട്. അതിനാൽ സ്ത്രീ വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വൃശ്ചികത്തിലെ മേടവൃശ്ചികത്തിൽ ചന്ദ്രൻ നിൽക്കുകയാണെങ്കിൽ കൗജയെ ദൂഷയതി സ്ത്രീയം, സ്ത്രീയെ ദൂഷിപ്പിക്കുമെന്നൊരു ഫലമുണ്ട്. അതിനാൽ സ്ത്രീ വിഷയം വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ശുക്രൻ 12-ാം തീയതി വൃശ്ചികൻ രാശിയിലേക്ക് വരുന്നു. അത് സ്ത്രീ വിഷയത്തിൽ അത്ര ശുഭകരമല്ല. അതിനാൽ സ്ത്രീ വിഷയം വളരെയധികം ശ്രദ്ധിക്കുക. വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാവട്ടെ, അത് വളരെ നല്ലതാണ്. അത് എന്ത് വന്നാലും 12-ാം തീയതി മുതൽ നമുക്ക് വളരെ അനുകൂലമായ സമയമാകുന്നു. അതിനാൽ പഠന വിഷയത്തിൽ ബുദ്ധിമുട്ടുകളില്ല. വിവാഹ വിഷയത്തിലും അനുകൂലമായ സമയമാകുന്നു. കർമാധിപനായ ശനി ശക്തമായി കർമ്മസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. കർമ്മമേഖലയിലും വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ല. പിന്നെ 2-ാം ഭാവത്തിലുള്ള ചൊവ്വ ഞാൻ പറഞ്ഞു, വാക്കിലൂടെ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ നോക്കേണ്ടുന്ന വാരമാകുന്നു. ശാരീരികമായി ഉദര സംബന്ധമായ വയറ് സംബന്ധമായ രോഗങ്ങളെ ശ്രദ്ധിക്കണം. പഴയകാലത്ത് ഏറ്റവും വലിയ രോഗമായിരുന്നു ശൂലവ്യഥ, വയറ് രോഗം. ഇന്നാണ് അത് മാറി അൾസറുമായി ക്യാൻസറുമൊക്കെയായി മാറിയിട്ടുള്ളത്. അതിനാൽ വയറ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കുക. ഈ വാരം പ്രായണ ഈ ഒരാഴ്ചക്കാലം 6-ലെ ശുക്രനാണ് ശത്രുക്കളെ ഉണ്ടാക്കുന്നത്. അതിനാൽ വെള്ളിയാഴ്ച നിങ്ങൾക്ക് ഭദ്രകാളി ക്ഷേത്രത്തിൽ ശത്രുസംഹാര കുരുതി ചെയ്യാം. ശത്രുമുട്ട് നാളികേരം കൊണ്ട് ചെയ്തിട്ട് ഈ വാരത്തെ ചെറിയ ചെറിയ ദോഷങ്ങളെ ലഘൂകരിക്കാൻ ശ്രമിക്കുക. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മിഥുനം രാശിക്കാരുടെ ഈ വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. മിഥുനം രാശി എന്നാൽ മകയിരം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര പുണർതം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു. ഇവിടെ മിഥുനം രാശിക്കാർക്ക് രാശിയിൽ ചൊവ്വ,
നാലാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, കേതു, അഞ്ചാം ഭാവത്തിൽ ശുക്രൻ, ആറാം ഭാവത്തിൽ ചന്ദ്രൻ, ഒൻപതാം ഭാവത്തിൽ ശനി, പത്താം ഭാവത്തിൽ രാഹു, 12-ൽ വ്യാഴം. ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി. മിഥുന രാശിക്കാർക്ക് രാശിധിപനായ ബുധൻ ഉച്ചരാശിയിൽ ഭദ്രമഹായോഗം ചെയ്ത് നിൽക്കുന്നു. അത് നല്ലൊരു യോഗമാണ്. ഭദ്രൈ സ്വകർമ്മ നിരതശ്ച ഭവേത് പ്രജാത. സ്വന്തം കർമ്മത്തിൽ വ്യാപൃതനാകേണ്ടുന്നൊരവസ്ഥ സംജാതമാകുന്നു ഈ ഒരു വാരക്കാലം. വളരെ നല്ല യോഗമാണ്. ലഗ്നത്തിലുള്ള ചൊവ്വ ഈ യോഗത്തിനിടയിൽ പലപ്പോഴും എടുത്തുചാടി അപകടത്തിൽ ചെല്ലാതെ നോക്കുക. സാഹസികത ഒന്നും വേണ്ട. സാഹസവാൻ എന്നാണ് ലഗ്നത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ ഫലം പറഞ്ഞിരിക്കുന്നത്. യത്കാര്യം യഹ അസമീക്ഷ കരോതി സഹ സാഹസവാൻ. ആരാണോ കാര്യങ്ങൾ സമീക്ഷയില്ലാതെ വേണ്ടത്ര ചിന്തിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ആ യോഗത്തിനാണ് സാഹസികത എന്ന് പറയുന്നത്. അതിനാൽ എടുത്തുചാടാതെ വളരെ ശ്രദ്ധയോടുകൂടി ബുദ്ധിപൂർവ്വം ഓരോ കാര്യങ്ങളും നീക്കുക. വിജയം നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട് മിഥുനം രാശിക്കാർക്ക്. 5-ലെ ശുക്രനും സന്താന വിഷയത്തിൽ വളരെയധികം ഫലത്തെ പ്രദാനം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, വ്യാഴം വക്രിയായി, ഇന്ന് ഇടവൻ രാശിയിൽ വ്യാഴം നിൽക്കുന്നു. ആ വ്യാഴം വക്രിയായി സഞ്ചരിക്കുകയാണ് ഇടവത്തിൽ നിന്നും മേടത്തിലേക്ക് എത്തുന്നില്ല. എങ്കിലും വളരെയധികം ഗുണമായിരിക്കും മിഥുനൻ രാശിക്കാർക്ക്. ഈ വ്യാഴത്തിൻ്റെ വക്രഗതി 10-ാം തീയതി ആരംഭിക്കുകയാണ്. അത് 10-ാം തീയതി മുതൽ ഫെബ്രുവരി 2 വരെ വളരെയധികം ഗുണമാണ്. വളരെ വിശദമായി ഈ വ്യാഴത്തിൻ്റെ ചാരവശാലുള്ള മാറ്റം ഡോക്ടർ മാരാജി നിങ്ങളുമായി അടുത്ത ദിവസങ്ങളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. വ്യാഴത്തിൻ്റെ വക്രഗതി ഓരോ രാശിക്കാർക്കും എപ്രകാരമായിരിക്കുമെന്ന്. അതിനാൽ 10-ാം തീയതി മുതൽ നിങ്ങൾ പ്രതീക്ഷിക്കുക, വളരെ അനുകൂലമായ സമയമാകുന്നു. സാമ്പത്തിക വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെ ധനാധിപനായ ചന്ദ്രൻ നീചസ്ഥനായി 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. അതിനാൽ ധനപരമായ ഇടപെടലുകൾ ശ്രദ്ധിക്കുക. അമ്മയുടെ ആരോഗ്യത്തെയും വളരെയധികം ശ്രദ്ധിക്കണം. മാതാവിന് അരിഷ്ടതയുടെ കാലമാണ്. മാതാവിനെ തൻ്റെ ജോലിയുടെ ഉത്തരവാദിത്വത്തിൽ യാത്രക്കിടയിൽ വേണ്ടത്ര ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ സംജാതമാകുന്നുണ്ട്. അതിനാൽ അമ്മയെ വളരെയധികം ശ്രദ്ധിക്കുക. മാതൃദേവോഭവ, അമ്മയാകുന്നു പരമമായ ദ സുപ്രീം ഗോഡസ്. ആ ഒരു ഭാവനയോടുകൂടി അമ്മയെ ശ്രദ്ധിക്കുക. അമ്മയ്ക്ക് നമ്മളോട് അതൃപ്തി തോന്നേണ്ടുന്ന വാരമാകുന്നു. അതിനാൽ ആ ഒരവസ്ഥയെ ഇല്ലാതാക്കാൻ വേണ്ടി അമ്മയെ ശുശ്രൂഷിക്കുക. മുതിർന്നവർ പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കുക. അവർക്ക് ധനം വേണമെങ്കിൽ ധനം കൊടുക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ശത്രു വരും, ശത്രുവിനെ ജയിക്കും, വീണ്ടും ശത്രു വരുമെന്നാണ്. അതിനാൽ ശത്രുദോഷ പരിഹാരം നിർബന്ധമായും ചൊവ്വാഴ്ച തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, കടുംപായസം, ശത്രുസംഹാര കുരുതി, അതേ രീതിയിൽ കർമ്മമുട്ടും ശത്രുമുട്ടും പ്രധാനമായും ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം അനുകൂലമായ ഒരു സമയം സംജാതമാക്കപ്പെടും മിഥുനം രാശിക്കാർക്ക്. പുതിയ സന്താനത്തിന് അനുകൂലമായ സമയമാണ്. ഗർഭം ധരിക്കുവാൻ ദമ്പതികൾക്ക് ഈ വാരം നന്നായി പ്രയോജനപ്പെടുത്താം. പ്രത്യേകിച്ച് 10-ാം തീയതി മുതൽ വാഹന സൗഭാഗ്യം നന്നായിട്ടുണ്ട്. അതിനാൽ നിങ്ങൾക്ക് വാഹനം ബുക്ക് ചെയ്യുവാനോ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുവാനോ വളരെ അനുകൂലമാണ്. 4-ലെ സൂര്യനും ശത്രുക്കളെ ധാരാളം ഉണ്ടാക്കുന്ന വാരമാകുന്നു. മേൽപ്പറഞ്ഞ ശത്രുസംഹാര പരിഹാരങ്ങളൊക്കെ നന്നായി ചെയ്യുക. പല തീർത്ഥസ്ഥലങ്ങളും സന്ദർശിക്കുവാനുള്ള യോഗം 9-ാം ഭാവത്തിൽ ശനി പ്രദാനം ചെയ്യുന്നു. അതിനാൽ യാത്ര ചെയ്യുക. ആ ഓരോ യാത്രകളും മംഗളകരമായി ഭവിക്കട്ടെ. മേൽപ്പറഞ്ഞ വഴിപാടുകൾ ചെയ്യുക. എല്ലാ പ്രിയപ്പെട്ട മിഥുന രാശി പ്രേക്ഷകർക്കും ഒരു ശോഭനമായ വാരത്തെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.